ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല മഴയാണ്. രാവിലെ അമ്മയ്ക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ ഇപ്പോൾ സുഖമില്ലാതായതിന് ശേഷം നമ്മൾ ലാബിൽ നിന്ന് ആളിനെ കൊണ്ടുവന്നാണ് ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടെസ്റ്റ് ചെയ്തിട്ട് അവരെ കൊണ്ടുവന്ന ലാബിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇന്ന് കുറേ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. മഴയായതുകൊണ്ട് ഒക്കെ നടക്കുമെന്നൊന്നും അറിയില്ല. ഇന്ന് ചേട്ടന് ലീവായതുകൊണ്ട് രാവിലെ വീട്ടിൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്യണം. പിന്നെ പുറത്തോട്ടൊക്കെ പോകണമെന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു. ഇനി മഴയൊന്ന് തോന്നാലേ ഇതൊക്കെ നടക്കുമോയെന്ന് അറിയൂ. അപ്പോൾ നമ്മളിപ്പം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. വീട്ടിലെത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മഴയൊക്കെ തോന്നു. അപ്പോഴും പിന്നെ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് നമ്മൾ ലാബിലേക്ക് പോയത്. ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്ത ആദ്യത്തെ ഇത്. ഇവിടെ കുറേ കാട് പിടിച്ച് കിടപ്പുണ്ടായിരുന്നു. ആദ്യം ചെറുതായിട്ടൊക്കെ മഴ പെയ്ത സമയത്ത് പൊടിച്ചു വന്നതാണിത്. അതിനുശേഷം പിന്നെ അങ്ങ് ഭയങ്കര വെയിലൊക്കെ ആയപ്പോൾ നമുക്കതിനത് രാവിലെയൊക്കെ വെയിലുള്ള സമയത്ത് നമുക്ക് ഇറങ്ങി ഒന്നും റെഡിയാക്കാൻ പറ്റില്ലല്ലോ. ഭയങ്കര ചൂടും വെയിലും അല്ലേ. അതുകൊണ്ട് ഇങ്ങനെ ഇട്ടിരിക്കുമായിരുന്നു. ഇപ്പം കുറേ ദിവസം കൊണ്ട് വെയിലൊന്നുമില്ല. അങ്ങനെ ഇന്ന് ലീവായതുകൊണ്ട് ഇന്ന് ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഞാനും കൂടെ ഇറങ്ങാൻ കാരണം ചെടിയൊക്കെ നിൽപ്പുണ്ട്, അതൊക്കെ വെട്ടിക്കളയും. ഞാൻ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമുക്ക് വേണ്ടുന്നത് എന്തൊക്കെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടൊക്കെയാണ് ഞാനും കൂടെ ഇറങ്ങിയത്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ചെറിയിൽ നിറയെ കായ് ഇങ്ങനെ പഴുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് നിറയെ എല്ലാ കമ്പിലും നിറച്ചുണ്ട്. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇറങ്ങിയപ്പം തന്നെ നിറയെ പഴുത്ത് നിൽക്കുന്നത് കൊണ്ട് കുറേ പഴുത്ത കാകളൊക്കെ നമ്മളിങ്ങനെ പറിച്ചെടുക്കുകയാണ്. അന്നേരം കൊച്ചുങ്ങൾക്കും കൊടുക്കാമല്ലോ. നല്ല ചുമന്ന കളറിലാണ് ഇരിക്കുന്നത്. ഇത് കാണുമ്പം തന്നെ കഴിക്കാനും തോന്നും. നല്ല മധുരമാണ്. കണ്ടോ, ഇതിൻ്റെ കളറ് തന്നെ കണ്ടോ. ഇതിന് മുമ്പ് കഴിഞ്ഞ വർഷം ഇത് പിടിച്ച സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറേ കാകളൊക്കെ ഇങ്ങനെ പറിച്ചെടുത്തതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ അതിൻ്റെ മൂടൊക്കെ ഒന്ന് വൃത്തിയാക്കണമായിരുന്നു. പിന്നെ എൻ്റെ ചെടിച്ചട്ടി അവിടെ ഇരുന്നത് ഇന്ന് കുറച്ച് നാളിന് മുമ്പ് അത് തറയിൽ വീണ് പോയായിരുന്നു. ഇത് 275 രൂപ കൊടുത്ത് വാങ്ങിയ ഒരു ഓർക്കിഡായിരുന്നു. അതിൻ്റെ ചട്ടി ഓലമടൽ വീണ് പൊട്ടി അവിടെ വീണായിരുന്നു. പിന്നെ അവിടെ ആരും നടക്കത്തൊന്നുമില്ല, ഇറങ്ങത്തില്ലല്ലോ. അതുകൊണ്ട് അതവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ച് ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴെല്ലാം ഞാൻ കുറേശ്ശെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് അങ്ങനെ അത് പൊടിച്ചു വന്നായിരുന്നു. ആദ്യം അത് ഉണങ്ങിപ്പോയതായിരുന്നു. പിന്നീട് അത് അവിടെ കിടന്ന് തന്നെ പൊടിച്ചു വന്നു. ഇപ്പോൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ചാണകപ്പൊടിയൊക്കെ ഇടണം. അപ്പോഴും നമ്മളതിനെ നോക്കിയെടുത്ത് വെക്കുകയാണ്. ഇനി അത് ചെടിച്ചട്ടിയിലോട്ട് മാറ്റണം. കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അത് മാറ്റുന്നുള്ളൂ. ഇപ്പം തന്നെ ഒരു 2-3 തൈകൾ അതിൽ നിന്ന് തന്നെ കിട്ടി. ഈ ചെടിച്ചട്ടിയായിരുന്നു, അതിൽ നിന്നാണോ അങ്ങ് പൊട്ടിപ്പോയി. ഇനിയിപ്പോൾ വേറെ ചെടിച്ചട്ടി വാങ്ങി വേണം വെക്കാൻ. തൽക്കാലം ഇതിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കണ്ടോ, ഇവിടെ എല്ലാം അങ്ങ് മൊത്തം അങ്ങ് കാട് കയറി കിടക്കുകയാണ് ഫ്രണ്ടിൽ. പിന്നെ നമ്മളിവിടെ വേറെ ഒരു വെസ്റ്റ് ഇന്ത്യൻ ചെറിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം കാട് പിടിച്ച് അതിൻ്റെ മണ്ടയിൽ കൂടെ കിടക്കുന്നതുകൊണ്ട് അത് വളരാൻ പോലും പറ്റാത്ത സ്ഥിതിയിൽ കിടക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ ചാണകപ്പൊടിയൊക്കെ നേരത്തെ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നു. ഇതൊക്കെ ഇനി മഴ പെയ്യുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് വേണ്ടാത്തതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞിട്ട് കുറച്ച് വളമൊക്കെ ഇട്ട് കൊടുക്കണം. രാവിലെ കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞ ഉടനെ നമുക്ക് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴാണ് പെരുമഴ. പിന്നീട് ഹോസ്പിറ്റലിൽ പോകേണ്ട ദിവസമായി. 2 ദിവസം കഴിയുമ്പോൾ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണം. അപ്പോഴും പിന്നെ ലാബിലൊക്കെ പോയി ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. മുറ്റത്ത് നിൽക്കുന്ന ഒരു ചെമ്പരത്തിയുടെ മൊത്തം മൂടി കിടക്കുമായിരുന്നു ഈ ശതാവേരിക്കിഴങ്ങിൻ്റെ വള്ളി. അതൊക്കെ ഭയങ്കര മുള്ളാണ്. അവിടോട്ട് ഇറങ്ങി നിന്ന് ഒന്നും ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. കുറച്ചൊക്കെ അതിൻ്റെ ഇത് ഒരുപാടായിട്ട് പടർന്ന് കിടന്നതൊക്കെ കുറേയൊക്കെ വെട്ടിക്കളഞ്ഞു. ഞാനവിടെ അങ്ങനെയുള്ള വേണ്ടാത്ത സാധനങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞുകൊണ്ടിരുന്നപ്പോഴേക്കും ചേട്ടൻ ആ ഭാഗമൊക്കെ ഈ വെസ്റ്റ് ഇന്ത്യൻ ചെറിയാണിത്, അവിടെ എല്ലാം വൃത്തിയാക്കി അതിന് വളമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഇട്ട് കൊടുത്ത് നല്ല ചിക്കി കൂട്ടിയ അടുത്ത വർഷമെങ്കിലും കാ പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അവിടെ ക്ലീൻ ചെയ്ത സമയത്ത് അവിടെ ഇരുന്ന ചെടിച്ചട്ടിയൊക്കെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വെച്ചിരുന്നു. ഇല്ലെങ്കിൽ അത് നമുക്കതിൻ്റെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള പുല്ലൊന്നും പറക്കി കളയാനൊക്കെ ഭയങ്കര പാടാണ് ചെടിച്ചട്ടി ഇരിക്കുന്നത് കൊണ്ട്. അതുകൊണ്ട് ഞാൻ അതിനെയെല്ലാം ഇങ്ങോട്ട് മാറ്റി വെച്ചപ്പോഴാണ് നമ്മുടെ ബൊഗെയിൻവില്ലയുടെ ആ ചട്ടി നിറയെ പുല്ലായിരുന്നു.
വെള്ളം ഒഴിക്കുന്ന സമയത്ത് മറ്റുള്ള ചട്ടിയിലൊക്കെ പുല്ലുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പറിച്ച് കളയുമായിരുന്നു. ഇത് കയ്യെത്തൂല്ലായിരുന്നു. വെള്ളം നീട്ടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ പുല്ല് നല്ല നിറയെ പുല്ലുണ്ടായിരുന്നു. പിന്നെ വിചാരിച്ച് വളം ഇടുന്ന സമയത്ത് ഇതുപോലെ പറിച്ച് കളയാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇപ്പോൾ ഇതെടുത്ത് ഇങ്ങോട്ട് മാറ്റിയ സമയത്ത് ഞാൻ ഇതെല്ലാം പറിച്ച് കളഞ്ഞു. ഇപ്പോഴേ വളം ഇടുന്നില്ല. ഇതിൽ പൂക്കളൊക്കെ ഉണ്ട്. പൂവൊക്കെ മാറിയതിന് ശേഷം ഒന്ന് വെട്ടിയിട്ടേ വളം ഇടുന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്കുള്ള ലഞ്ച് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ അടുക്കളയിലേക്ക് വന്നു. ഇന്ന് ലഞ്ചിന് എഗ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. അതിന് ജീരകശാല റൈസ് 2 കപ്പ് എടുക്കുകയാണ്. ഇതാവുമ്പോൾ പെട്ടെന്ന് റെഡിയാവുമല്ലോ. ഇല്ലെങ്കിൽ ഒഴിക്കാനും തോരനും മീൻകറിയൊക്കെ വെക്കണ്ടേ. ഇതാകുമ്പോൾ വേറെ കറികളൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ അരി 2-3 വെള്ളത്തിൽ കഴുകി കുറേ വെള്ളം ഒഴിച്ച് അടച്ച് വെച്ചിരിക്കുകയാണ്. ബാക്കി ഇനി അരിയാനുള്ളതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. ഇത് കുക്കറിലേക്ക് ഒരു 6 മുട്ട പുഴുങ്ങാനിടുകയാണ്. ഇതുപോലെ പുഴുങ്ങാനിട്ട് അടച്ച് വെച്ചിട്ട് ഒരു വിസിലടിക്കുമ്പോഴത്തേക്കും നമ്മുടെ മുട്ട നന്നായിട്ട് പുഴുങ്ങി കിട്ടും. ഇത് ഒരു 5 പച്ചമുളക്, ഒരു 10 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയും ഒന്ന് ചതച്ചെടുക്കാനുള്ളതാണ്. പിന്നെ ഒരു 3 സവാള ഞാൻ എടുത്തിട്ടുണ്ട്. അത് മസാലയ്ക്ക് വേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. നല്ല തിരക്കുള്ള ദിവസങ്ങളിലും മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിലുമൊക്കെ ഇതുപോലെ ഞാൻ പെട്ടെന്ന് ഇതുപോലുള്ളൊരു റൈസാണ് തയ്യാറാക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾക്ക് വേറെ കറികളൊന്നും വെക്കണ്ടല്ലോ. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഞാൻ റൈസ് വറ്റിച്ചാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് മസാലകൾ പട്ട, ഗ്രാമ്പു, ഏലക്ക, തക്കോലം, ബേ ലീഫ് ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തു. ചില ദിവസങ്ങളിൽ ഞാൻ വെള്ളത്തിലിട്ട് നല്ല കൂടുതൽ വെള്ളം ഒഴിച്ച് അതിൽ വേവിച്ച് ഊറ്റിയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഊറ്റി വച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം. അരി ഒന്ന് 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പം ഒന്ന് മുരിഞ്ഞ് വരും. അപ്പോഴിത് കുഴഞ്ഞു പോകില്ല. അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. നല്ലതുപോലെ ഇങ്ങനെ ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതേപോലൊരു കപ്പിന് 2 കപ്പ് അരിയാണ് എടുത്തത്. അതുകൊണ്ട് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന കണക്കിന് 3 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നല്ലതുപോലെ അടി തീർത്തൊന്ന് ഇളക്കിയെടുക്കണം. ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് ചോറിന് പാകത്തിനുള്ള ഉപ്പ് ഇപ്പോഴേ തന്നെ ഇട്ട് കൊടുക്കണം. ആ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഉപ്പ് ഇത്തിരി മുന്നിൽ നിൽക്കണം. ഇനി ഇതിലേക്ക് ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ചോപ്പ് ചെയ്തതാണ്, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കളർഫുള്ളൊക്കെ കിട്ടുകയും കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതൊന്ന് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്, അപ്പോഴേക്കും 10 മിനിറ്റ് വേണ്ട, ഒരു 7 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ചോറ് റെഡിയാവും. ഇപ്പോൾ ഒരു 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഇനി ഇതിൻ്റെ അടിയിൽ വെള്ളം ഉണ്ടോയെന്ന് നമുക്കിതൊന്ന് ഇളക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇപ്പോൾ വെള്ളമൊന്നുമില്ല. ചോറ് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. കട്ട പിടിച്ചിട്ടോ ഒന്നുമില്ല, വെന്തും പോയിട്ടില്ല. കറക്റ്റ് പരുവത്തിനാണ് കിട്ടിയിരിക്കുന്നത്. കണ്ടോ, ഇതുപോലെ കിട്ടണം. ഇനി ഇത് പകുതി ഒന്ന് ആവി പോകുന്ന രീതിയിൽ അടച്ചു വെക്കണം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായപ്പോൾ അതിലേക്ക് ഒരു 1.5 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇത് മുട്ടയൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത്, ഇത് മുട്ടയിലേക്കുള്ള ഉപ്പാണ്, അത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി. ഇനി ഇതിലേക്ക് തോല് കളഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഒന്ന് വരഞ്ഞെടുത്തിട്ടുണ്ട് മുട്ട. അന്നേരം ഈ വരഞ്ഞെടുത്താലേ ഇതിനകത്തോട്ട് മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. ഇനി ഇതൊന്ന് നല്ലതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഇത് മുട്ടയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിലേക്ക് തന്നെ കുറച്ചും കൂടെ ഒരു 2 സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു. പിന്നെ 1 സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അതിലേക്ക് തന്നെ 3 സവാള നേരത്തെ അരിഞ്ഞു വെച്ചിരുന്നതാണ്, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി അതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിനെ നന്നായിട്ട് ഇളക്കി ഒന്ന് വഴട്ടിയെടുക്കണം. ഇതിപ്പോൾ നന്നായിട്ട് വഴണ്ടത്തുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 തക്കാളിയാണ് ഞാൻ എടുത്തത്. അത് ചെറുതായതുകൊണ്ടാണ് 3 തക്കാളി എടുത്തത്. വലുതാണെങ്കിൽ 2 തക്കാളി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ മുളക്, വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ്, അതിനെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടപ്പ് വെച്ചൊന്ന് അടച്ച് ഒരു 10 മിനിറ്റ് വെക്കണം. അപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടും. ഇടയ്ക്ക് ഞാനൊന്ന് തുറന്നു നോക്കിയായിരുന്നു. അപ്പോഴും തക്കാളി ഒന്നും കൂടെ വേവാനുണ്ടായിരുന്നു. പിന്നീട് ഒന്നും കൂടെ അടച്ച് വെച്ചതിന് ശേഷം ആണ് ഇതിപ്പോൾ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മസാലകൾ ഇട്ട് കൊടുത്തു. 1/4 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടു. ഞാൻ മുളക് പൊടി നേരത്തെ മുട്ടയ്ക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി ചേർത്ത മുളക് പൊടിയേ ചേർത്തുള്ളൂ, അല്ലാതെ വേറെ മുളക് പൊടിയൊന്നും ചേർത്തിട്ടില്ല. ബാക്കി പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ നമ്മൾ ചേർത്ത് കൊടുത്തതായതുകൊണ്ട് നല്ല എരിവുണ്ട്. അതുകൊണ്ടാണ് മുളക് പൊടി പിന്നീട് ചേർക്കാഞ്ഞത്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു. ഇനി ഈ മുട്ടയും കൂടെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് ഈ മസാലയായിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ഒരു 5 മിനിറ്റ് ഈ മസാലയായിട്ട് ഈ മുട്ട ഇങ്ങനെ അടച്ച് വെച്ചിരുന്നാൽ നല്ലപോലെ ഒന്ന് മസാലയൊന്ന് പിടിച്ച് കിട്ടും. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് ഞാനതിനെ തുറന്ന് നോക്കി. അപ്പം നല്ല മുട്ടയും മസാലയൊക്കെ നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് റൈസ് ഇടാനുള്ള സമയമായി. ഇതുപോലെ ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന റൈസിനെ ഇതിലേക്ക് മൊത്തം നിരത്തി ഇട്ട് കൊടുക്കാം. ഞാൻ ഒറ്റ ലെയറായിട്ട് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി ഇതിൻ്റെ പുറത്ത് ഞാൻ ഒരു സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഫ്രൈ ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തു. പിന്നെ ഒരു 3 തുള്ളി പൈനാപ്പിൾ എസൻസാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമല്ലാത്തവർ ചേർക്കണ്ട. എന്നിട്ട് അടച്ചു വെച്ചു. ഇനി ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ ചെറിയ തീയിലിരിക്കട്ടെ. സലാഡ് തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു സവാള, 2 തക്കാളിപ്പഴം, 2 പച്ചമുളക്, കുറച്ച് മല്ലിയില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ഞാൻ അരിഞ്ഞെടുത്തു. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. 1 കപ്പ് തൈരും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈരിൻ്റെ ആവശ്യം കൂടെ ഉണ്ടായിരുന്നു, അതും കൂടെ ഒഴിച്ചു കൊടുത്തു. അതേ കപ്പിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് ഇതുപോലെ നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുത്തു. നമ്മുടെ സലാഡ് റെഡി ആയിട്ടുണ്ട്. മുട്ട ബിരിയാണി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് ഞാൻ ഇതാണ്ട് ഇതുപോലെ ഇളക്കിയെടുത്തപ്പം കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് കിടക്കുന്നത്. ഒട്ടും വെന്ത് കുഴഞ്ഞു പോവുകയോ ഒന്നും ചെയ്തിട്ടില്ല, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ, ആ എസൻസൊക്കെ ഒഴിച്ചിരിക്കുന്നത് കൊണ്ട്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ലഞ്ച് ഇവിടെ റെഡിയായി. നല്ല അടിപൊളി മുട്ട ബിരിയാണിയും അതിൻ്റെ കൂടെ 2 പപ്പടവും സാലഡും പിന്നെ നല്ല പഴമാങ്ങ അച്ചാറാണ്. നല്ല മധുരമുള്ള ഈത്തപ്പഴ അച്ചാർ, അങ്ങനെയുള്ള അച്ചാറൊക്കെയാണ് ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. അപ്പോഴും നല്ല വിശപ്പുണ്ട്, നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.